ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനൽ. എൻ്റെ പേര് സീമ സുഭാഷ്. ഇന്ന് പറയാൻ പോകുന്ന കാര്യം, നമ്മൾ ഓരോരുത്തരും പാചകം ചെയ്യുമ്പോൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പൂർവികരായിട്ട് പറഞ്ഞു തരാത്ത ഒരു കാര്യം. സോ അതൊക്കെ ഇപ്പോ സീതായനം, അതായത് നമുക്കറിയാം ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് സീത മലയാളത്തില് പുസ്തകം ഇല്ല, പക്ഷെ അത് തെലുങ്കിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരും പറയാത്ത സീതാദേവിയുടെ കഥയില് മഹാലക്ഷ്മി നാരായണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നമുക്കൊന്നും അറിയാത്ത മഹാരഹസ്യങ്ങള് ഭൂമിയിൽ ഒളിപ്പിക്കപ്പെട്ടു. സോ അതുകൊണ്ട് തന്നെ VMC മലയാളത്തിലെ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് സീത VMC മലയാളം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ എപ്പിസോഡും കിട്ടും. അപ്പൊ അതിലുള്ള ചെറിയ കാര്യങ്ങളാണിത്. അപ്പൊ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്യൂർ വെജിറ്റേറിയൻസ്, നമ്മൾ ഈ ശുദ്ധ സസ്യാഹാരം എന്നുള്ളത് എല്ലാ സസ്യത്തിൽ നിന്നും നമുക്ക് മാനവരാശിയുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള സർവ്വതും പ്ലാന്റ് കിങ്ഡം ആണ് നമുക്ക് തരുന്നത്. ഓക്കെ, പലരും ചോദിക്കാറുണ്ട് അതിനെ തിന്നുമ്പോൾ അതിന് ജീവനില്ലേ എന്നൊക്കെ. അതൊക്കെ മുടന്തൻ ചോദ്യങ്ങളാണ്. ഇതിന്റെയൊക്കെ സൂക്ഷ്മമായിട്ടുള്ള ആ ഒരു കാര്യകാരണങ്ങൾ നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ മാനവരാശി ഈ ഭൂമിയിലെ സകലത്തിനെയും കാത്തുരക്ഷിക്കുവാൻ ബാധ്യസ്ഥനായ മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി പ്ലാന്റ് കിങ്ഡം കമ്മിറ്റ്മെന്റ് ആണത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്ലാന്റ് കിങ്ഡത്തിന് മാത്രമേ ഉപയോഗിക്കുവാനുള്ള അർഹതയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഏതൊരു ഫുഡും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഭൂമാതാവിനോട് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് മഹാലക്ഷ്മി നാരായണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യന്റെ സമ്പൂർണമായിട്ടുള്ള ഹീലിങ്ങിന്, ഒരു മനുഷ്യന്റെ ആലോചനകൾ ശരിയാക്കാൻ, അതേപോലെ കംപ്ലീറ്റ് രോഗശാന്തിക്ക് വേണ്ട, മാനസികമായിട്ടുള്ള പ്രശാന്തതയ്ക്ക് വേണ്ട, ആധ്യാത്മികമായിട്ടുള്ള അത്യുന്നതമായിട്ടുള്ള ആ ഒരു വിവേകം, വിചക്ഷണ ബുദ്ധിക്ക് വേണ്ട എല്ലാവിധ ഔഷധ ഗുണങ്ങളും ലക്ഷണങ്ങളും ഒക്കെ അടക്കിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ എല്ലാം നിക്ഷിപ്തമായിട്ടുള്ളതാണ് പ്രകൃതിയിലെ എല്ലാ ഫുഡ് സോഴ്സസും. എല്ലാ ശുദ്ധ സസ്യാഹാരമുള്ളതിലും, എല്ലാ ശുദ്ധ സസ്യാഹാരമായിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളിലും മനുഷ്യന്റെ സമ്പൂർണമായിട്ടുള്ള ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള സകല ഔഷധങ്ങളും ഭൂമാതാവ് നിക്ഷിപ്തമാക്കിയിട്ടുണ്ടെന്ന്. അത് എപ്പോഴാണ് പുറത്തേക്ക് വരിക? നമുക്ക് ആരും ഇത് പറഞ്ഞു തന്നില്ല, പറഞ്ഞു തരാനുള്ള അനുഭവമോ അല്ലെങ്കിൽ അറിവോ നമ്മുടെ പൂർവികർക്ക് ഇല്ലാത്തത് കാരണം. പക്ഷെ ഭൂമാതാവിനെ തൊട്ട് നെറുകിലേക്ക് എന്നുള്ളതൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് ഭൂമാതാവിനോട് നന്ദി പറയേണ്ടതെന്ന് നമുക്കറിയില്ല. സോ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ഭൂമാതാവിനോട് നന്ദി പറയണം. ഒരു മനുഷ്യന്റെ അഭിവൃദ്ധിക്ക്, മനുഷ്യന്റെ സമ്പൂർണ്ണ ശാന്തിക്ക്, സമ്പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടി സകലതും ഭൂമാതാവ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിന് നന്ദി. ആഹാരത്തിന് നന്ദി, ഇത് ഉണ്ടാക്കിയവർക്ക് നന്ദി, ഭൂമാതാവിന് നന്ദി, സമസ്ത പഞ്ചഭൂതങ്ങൾക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അതിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ള, അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഔഷധ ഗുണങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. നമ്മൾ അബോധാവസ്ഥയിലല്ല, സത്യത്തെ അറിയാതെ ഏതോ ഒരു വഴിപാട് പോലെ ചെയ്യേണ്ടതല്ല കുക്കിംഗ്. അതൊരു ദിവ്യമായിട്ടുള്ള ഭക്തി നിർഭരമായിട്ടുള്ള ഒരു പൂജയാണ് ഈ ഫുഡ് എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ ആഹാരത്തിലൂടെയാണ് മനുഷ്യന്റെ ആലോചനകൾ, ആഹാരത്തിനനുസരിച്ച് വ്യവഹാരം, ആഹാരത്തിനനുസരിച്ച് പ്രവൃത്തി, ആഹാരത്തിനനുസരിച്ച് ആലോചന, ആഹാരത്തിനനുസരിച്ച് കാഴ്ചപ്പാടുകൾ, ആഹാരത്തിനനുസരിച്ചിട്ട് നമ്മളുടെ വ്യവഹാരം ഉള്ളത് കൊണ്ട് തന്നെ അടുക്കള എന്ന് പറയുന്നത് ഒരു ദിവ്യമായിട്ടുള്ള ഒരു അമ്പലമാണ്. അവിടെ കുക്ക് ചെയ്യുന്നതൊക്കെ നൈവേദ്യങ്ങളെ പോലെ ആയിരിക്കണം. അത് ഭഗവാന് നിവേദിക്കുമ്പോൾ എത്ര ഭക്തി ശ്രദ്ധയോടുകൂടിയാണോ അത് ഒരു വ്യക്തി ചെയ്യേണ്ടത്, അതേപോലെ കുക്ക് ചെയ്യുമ്പോൾ മാത്രമേ നന്ദിയോടുകൂടി, വിനയത്തോടുകൂടി, ശ്രദ്ധയോടുകൂടി, സമർപ്പണ ഭാവത്തോടുകൂടി കുക്ക് ചെയ്യുമ്പോൾ മാത്രമേ അത് കഴിക്കുന്നവരിൽ ആ ഒരു ദിവ്യമായിട്ടുള്ള ശാന്തി, സമാധാനം, സമ്പൂർണ്ണ ആരോഗ്യം അവർ ഈ ഭൂമാതാവിന്, ഈ പ്രകൃതിക്ക് വേണ്ടി, ഈ ഒരു വിഷകല്യാണത്തിന് വേണ്ടി അവർ ഉപയോഗിക്കപ്പെടുകയുള്ളൂ അത്രേ. അപ്പൊ ഈ അടുക്കളയിൽ നിന്നും തുടങ്ങണം. അപ്പൊ ആ ഒരു വ്യക്തിയിൽ എത്ര ശുദ്ധി വേണം, എത്ര വിവേകം വേണം. ഒരു പാചകം ചെയ്യുന്ന ഒരു വ്യക്തി എത്രയധികം അന്തരംഗ ശുദ്ധിയുള്ളവരായിരിക്കണം, ബുദ്ധിയും വിവേകവും വൃത്തിയും ശ്രദ്ധയും ഉള്ളവരായിരിക്കണം എന്നുള്ളത് ഇവിടെ പഠിപ്പിക്കുകയാണ് നമ്മളെ ഭൂമാതാവ്. സീതമ്മ പറയുന്ന ഓരോ സത്യങ്ങൾ കേൾക്കുമ്പോൾ ജീവിതശാസ്ത്രം ആദ്യം തുടങ്ങുന്നത്, അല്ലെ, ആഹാരം എന്നുള്ളത് നമുക്ക് എത്ര ദിവ്യമായിട്ടുള്ള ഒരു ഔഷധമാണ് എന്നുള്ളത് പോലും നമുക്ക് ആരും പറഞ്ഞു തന്നില്ല. അതേപോലെ തന്നെ നമ്മൾ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ ചിലപ്പോൾ കുളിക്കാതൊക്കെ ആയിരിക്കും. അതായത് അതുവരെയും രാത്രി കിടന്നുറങ്ങി ആ കിടക്കപ്പായെന്ന് വന്നിട്ട് ഭക്ഷണം കുക്ക് ചെയ്യുന്നവരുണ്ട്. ആലോചനകള്, അതേപോലെ ഒരുപാട് ദുഃഖങ്ങള്, ഈ സമയത്തൊന്നും കുക്ക് ചെയ്യരുതെന്ന് പറയണ്ട. അതായത് സീരിയൽസ് കണ്ടുകൊണ്ട് കുക്ക് ചെയ്യരുത്, ടെലിഫോൺ സംസാരിച്ചുകൊണ്ട് കുക്ക് ചെയ്യരുത്, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് കുക്ക് ചെയ്യരുത്, അനാവശ്യമായിട്ടുള്ള ഭയം ഉള്ളപ്പോൾ കുക്ക് ചെയ്യരുത്, ടെൻഷൻസ് ഉള്ളപ്പോൾ കുക്ക് ചെയ്യരുത്, വേദനിക്കുന്ന സമയത്ത് കുക്ക് ചെയ്യരുത്, കരഞ്ഞുകൊണ്ട് കുക്ക് ചെയ്യരുത്, ശപിച്ചുകൊണ്ട് കുക്ക് ചെയ്യരുത്,
ദേഷ്യപ്പെട്ടുകൊണ്ട്, അതായത് വെറുപ്പോട് കൂടിയിട്ട് നമ്മൾ അടുക്കളയിൽ പ്രവർത്തിക്കരുത്. അതിൻ്റെയൊക്കെ ഫ്രീക്വൻസി, ഡിസാസ്ട്രസ് എനർജീസ് ഈ ഫുഡിലേക്ക് പ്രസരിച്ചിട്ട് അത് മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ, ദേഷ്യം, ദുഃഖം, അതേപോലെ തന്നെ ഭയം, ടെൻഷനൊക്കെ കാരണമാവും ഈ ഫുഡ് കഴിച്ചാൽ. സോ നമ്മൾ പുറത്തു പോകുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകുന്നതാണ് ഉത്തമോത്തമം. എന്താ വെച്ചാൽ മറ്റുള്ളവർ എങ്ങനെയൊക്കെയാണ് ആ ഫുഡ് കുക്ക് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. പൂർവ്വകാലത്തില് നമ്മളുടെ പൂർവികരായിട്ടുള്ള നമ്മുടെ അമ്മമ്മയും അച്ഛമ്മയുടെയൊക്കെ ആ കാലത്ത് അവർ കുളിക്കാതെ അടുക്കളയിൽ കയറിയിരുന്നേ ഇല്ല. കുളിച്ചു കഴിയുമ്പോൾ ആ ബാഹ്യശുദ്ധി എന്നുള്ളതുകൊണ്ട് അവർ കുറച്ചൊരു മനസ്സ് പ്രശാന്തമായിട്ടുണ്ടാവും. അപ്പോഴേ അവർ കുക്ക് ചെയ്തിരുന്നുള്ളൂ. അത് ചിലവരാണെങ്കിൽ കുളിച്ചു വന്നാലും ആ ഒരു നനഞ്ഞ വസ്ത്രം അഴിക്കാതെയാണ് അവർ കുക്ക് ചെയ്തിരുന്നത്, ആ നനഞ്ഞ വസ്ത്രത്തോട് കൂടിയിട്ട്. അപ്പൊ അവരുടെ ഓറ കംപ്ലീറ്റ് ശുദ്ധീകരിക്കപ്പെടും. മറ്റുള്ളവരുടെ ഡിസാസ്ട്രസ് തോട്ട്സോ മറ്റുള്ളവരുടെ ആലോചന തരംഗങ്ങൾ പോലും അവരുടെ ഓറയിലേക്ക് പ്രവേശിക്കില്ല. അതൊക്കെ ദിവ്യമായിട്ടുള്ള അമൃതിന് തുല്യമായിട്ടുള്ള ആഹാരമായിരുന്നു അന്ന്. അന്നൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ സമ്പൂർണ്ണ ആരോഗ്യവും സമ്പൂർണ്ണ മനഃശാന്തിയും ആധ്യാത്മികമായിട്ടുള്ള ആ ശ്രദ്ധയും ഭക്തിയും ഒക്കെ വളരെ പ്യൂറായിട്ടുണ്ടായിരുന്നു, സമ്പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്തുകൊണ്ടാണ് എല്ലാവർക്കും രോഗം, എല്ലാവർക്കും ടെൻഷൻ, ഭയം? ഇതാണ്. ഓക്കെ, നമ്മൾ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും ആ കുക്ക് ചെയ്യുന്ന ആ ഒരു പരിസ്ഥിതികൾ വൃത്തി ഉണ്ടാവില്ല. കുക്ക് ചെയ്യുന്ന വ്യക്തികൾ എങ്ങനെയാണ്, കുളിച്ചിട്ടുണ്ടാവോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പൊ മിനിമം നമ്മൾ കുളിക്കാതെ അടുക്കളയിൽ കയറരുത് മിനിമം. അല്ലെങ്കിൽ ധ്യാനം ചെയ്ത് മിനിമം അതായത് കുളിച്ചില്ലെങ്കിലും ആന്തരംഗിക ശുദ്ധി, ആലോചനകളിൽ പ്യൂരിറ്റി, ഏത് ആലോചിക്കണം, ഏത് ആലോചിക്കരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ള വിവേകവും വിചക്ഷണയും ശുദ്ധമായിട്ടുള്ള ധ്യാന സാധനയിലൂടെ തിരിച്ചറിഞ്ഞവർക്ക് കുളിയുമായിട്ട് ബന്ധമില്ല. ഓക്കെ, എന്താ വെച്ചാൽ അവർ അന്തരംഗ ശുദ്ധി, ആ ഒരു ആത്മാവിൽ അഭിഷേകം ചെയ്തിട്ടാണ് അവര് അടുക്കളയിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അത് ഔഷധത്തിന് സമാനമായിരിക്കും. ധ്യാനം ചെയ്തിട്ട് അന്തരംഗ ശുദ്ധി, ആലോചനകളിൽ ഒരു നിയന്ത്രണം, ഏത് ആലോചിക്കണം, ഏത് റിലീസ് ചെയ്യണം, അത് ഡിസാസ്ട്രസ് തോട്ട്സ് ആണോ, പോസിറ്റീവ് തോട്ടാണോ, നെഗറ്റീവ് തോട്ടാണോ, മിറാക്കുലസ് തോട്ടാണോ എന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ തോട്ട്സ് മിറാക്കുലസ് ആയിരിക്കും അവരുടെ. അത് കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് ദിവ്യമായിട്ടുള്ള അമൃതിന് തുല്യമായ ദിവ്യ ഔഷധമാണെന്ന് ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ഭൂമാതാവിനും പ്രകൃതി മാതാവിനും പ്രപഞ്ച ശക്തിക്കും പഞ്ചഭൂതങ്ങൾക്കും സമസ്ത ജീവരാശികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കുക്ക് ചെയ്യാൻ അവർക്ക് പറ്റും. അങ്ങനെയുള്ളവര് ധ്യാനം ചെയ്തവർക്ക് അങ്ങനെയുള്ള ആലോചനകൾ ഉണ്ടാവും, അങ്ങനെയുള്ള പ്രാർത്ഥനയോടുകൂടി അവരിത് ചെയ്യും. അവര് ദിവ്യമായിട്ടുള്ള ഒരു അമൃതിന് സമാനമായിട്ട്, ഒരു ദിവ്യമായിട്ടുള്ള ഒരു നൈവേദ്യമായിട്ട്, ഭഗവാന് സമർപ്പിക്കാനുള്ള നൈവേദ്യത്തിന് സമമായിട്ട് കുക്ക് ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല. അല്ലാത്തവര്, ധ്യാനമൊന്നും അറിയാത്തവർക്ക്, ആധ്യാത്മികമായിട്ട് അഭിവൃദ്ധി സാധിക്കാത്തവര് ദയവ് ചെയ്തിട്ട് കുളിക്കാതെ അടുക്കളയിൽ കയറരുത്, കുക്ക് ചെയ്യരുത്. നമ്മൾ കുക്ക് ചെയ്തതിലൂടെ മറ്റുള്ളവരാണ് അതിന്റെ സൈഡ് എഫക്റ്റുകളും അനന്തര ഫലങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത്. അത് അനാരോഗ്യത്തിന് വരെ കാരണമാവും. ഇപ്പൊ ഹോട്ടലുകളിലൊക്കെ ചിലവർ പണിയെടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര വെറുപ്പായിരിക്കും, ഭയങ്കരമായിട്ട് മടുപ്പുണ്ടാവും അവർക്ക്. എന്താ വെച്ചാൽ അവർക്ക് സ്വാതന്ത്ര്യം എന്നുള്ളത് ഉണ്ടാവില്ല, പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാവും, കുടുംബത്തിൽ ഒരുപാട് ടെൻഷൻസ്, ഇഷ്യൂസ് ഉണ്ടാവും, കുടുംബത്തിൽ ലഹളകൾ ഉണ്ടാവും, കടബാധ്യതകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പണിയെടുത്തിട്ട് തീരെ റെസ്റ്റ് ഉണ്ടാവില്ല, റെസ്റ്റ്ലെസ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ഓണർ ശരിക്കും അവരെ തന്നെ ഡീൽ ചെയ്യുന്നുണ്ടാവില്ല, അവർ പണിയെടുത്തതിന് കൂലി ഉണ്ടാവില്ല. ഓക്കെ, ആ പണിയെടുത്തതിന് ശരിയായിട്ടുള്ള ആ ഒരു സംതൃപ്തിയോ അല്ലെങ്കിൽ അതിന്റെ ഫലമോ അവർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഇഷ്ടം, ആ അനിഷ്ടം, ആ ഒരു വെറുപ്പ് എന്നുള്ളത് ഉണ്ടാവും. അതേപോലെ തന്നെ ആർക്കെങ്കിലും വേണ്ടി ഓക്കാനിക്കെന്ന് പറയില്ല, അതേപോലെ ഒരു വഴിപാട് പോലെ എന്തൊക്കെ കുക്ക് ചെയ്യും അവര്. അപ്പൊ അതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചില വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഡൈജസ്റ്റ് ആവില്ല, നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ പോലെ തോന്നും, അത് നമുക്ക് വല്ലാത്തൊരു ദുഃഖം തോന്നും, കാശ് പോയി പക്ഷെ സംതൃപ്തി ഉണ്ടാവില്ല. ഇതിന്റെ ഒക്കെ പിന്നിൽ കാരണങ്ങൾ ആലോചന തരംഗങ്ങളാണ്. നമുക്കറിയാം ക്വാണ്ടം ഫിസിക്സ് പറയുന്ന എല്ലാം തരംഗങ്ങളാണ്, എല്ലാം എനർജീസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ബി അവെയർ. അപ്പൊ ബിഫോർ കുക്ക്, അപ്പൊ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ, പാചകം ചെയ്യുമ്പോൾ ഭൂമാതാവിന് ഹൃദയപൂർവ്വം നന്ദി പറയാ, പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയാ, അത് ഉണ്ടാക്കിയവർക്ക് നന്ദി പറയാ. ഓക്കെ, പഞ്ചഭൂതങ്ങൾക്ക് നന്ദി പറയണം. എല്ലാം അതിന്റെയൊക്കെ സഹായത്താലാണ് ഇതുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ഭൂമാതാവിന്റെ ആ ജീവത്വം എന്നുള്ളത് നഷ്ടപ്പെട്ടു. ഡാർക്ക് ഫോഴ്സിന്റെ സൃഷ്ടിയാണ് രസായനങ്ങൾ. ആ രസായനങ്ങൾ മനുഷ്യന് ഉപയോഗിച്ചു തുടങ്ങി. അധികമായിട്ടുള്ള അതായത് വളർച്ച, അതേപോലെ തന്നെ കൂടുതലായിട്ടുള്ള വിളവിന് വേണ്ടിയിട്ട് കൂടുതൽ പണം സമ്പാദിക്കാൻ അത്യാശയ്ക്ക് വേണ്ടി മനുഷ്യൻ അധപ്പതിച്ചു പോയി, ഒരുപാട് ഭൂമിക്ക് ദ്രോഹങ്ങൾ ചെയ്തു പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയെങ്കിലും ഭൂമാതാവിനോട് നന്ദി പറഞ്ഞ് അതിനെ സ്നേഹിച്ച് ഇനി ഒരിക്കലും അതിൽ ഒരു രസായനമായിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കാതെ, പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കാതെ, പ്ലാസ്റ്റിക്കുകൾ ഭൂമിയിൽ ഇടാതെ, ഓക്കെ, വിഷരസായനങ്ങൾ അതിലേക്ക് പ്രവഹിപ്പിക്കാതെ നമുക്ക് പച്ചിലകളും അതേപോലെ തന്നെ ചാണകവും ഒക്കെ ഇട്ടിട്ട് നമുക്ക് കൃഷി ചെയ്യാം. സ്ഥലമുള്ളവർ സ്വയം കൃഷി ചെയ്യുക. പിന്നെ ഭൂമാതാവിന് ആ കൂടുതലായിട്ട് ആ ഒരു വിശ്വശക്തിയെ തിരിച്ചു കൊടുക്കുവാൻ
പിരമിഡ്സ് നിർമ്മിക്കുക. നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലായാലും വീട്ടിന്റെ മുകളിലായാലും ഭൂമിയിലായാലും പറ്റുന്നിടത്തോളം പിരമിഡ്സ് യൂസ് ചെയ്യുക. പിരമിഡ്സിലൂടെ വിഷമയ പ്രാണശക്തി അപാരമായിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന എനർജി റിസീവേഴ്സ് ആണ് പിരമിഡിന്റെ കോൺ. അതായത് നമ്മുടെ ശ്രീകോവിലുകളെല്ലാം പിരമിഡ് ഷേപ്പുകളാണ്. അതൊരു പ്രത്യേകമായിട്ടുള്ള ജാമിതീയ നിർമ്മിതിയാണ്. ആ കോൺ അപാരമായിട്ട് കോസ്മിക് എനർജിയെ വിഷമയ പ്രാണശക്തിയെ റിസീവ് ചെയ്തിട്ട് അത് ഭൂമിയിലേക്ക് പ്രവഹിപ്പിക്കുന്നതിലൂടെ ഭൂമാതാവിന്റെ കടം വീട്ടാൻ പറ്റും. അപ്പൊ എല്ലാവരും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു നന്ദി ഭാവത്തോട് കൂടിയിട്ട് ശുദ്ധമായിട്ട് അത് ചെയ്തിട്ട് മറ്റുള്ളവരുടെ ആധ്യാത്മിക അഭിവൃദ്ധിക്കും സമ്പൂർണ്ണ ആരോഗ്യത്തിനും മാനസിക പ്രശാന്തതയ്ക്കും നമ്മളൊരു കാരണമായെങ്കിൽ, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് കാരണമായെങ്കിൽ അതിലും വലിയൊരു പുണ്യപ്രവൃത്തി വേറെ എന്തായുള്ള. അപ്പൊ ബി അവെയർ. കൂടുതലായിട്ട് സീതായനത്തെ കുറിച്ചിട്ട് കേൾക്കാൻ VMC മലയാളം ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് സീത എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ എപ്പിസോഡ്സും കിട്ടും. അപ്പോൾ താങ്ക് യു.